ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. തിങ്കളാഴ്ചയാണ് സഭയിൽ നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്നാരോപിച്ച് അതിൽ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ നിരയിലെ ആലോചന. വിവരങ്ങളുമായി ഇപ്പോൾ അനുരാഗ് നമ്മൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനുരാഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്നാണ് അനുരാഗ് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം, ഇന്നലെ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്ന പ്രശ്നം ഉന്നയിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. സർക്കാർ അത് ചർച്ച ചെയ്യുന്നതിന് സന്നദ്ധമായി. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എന്ന നിലയിൽ 3 മണിയും പിന്നിട്ട് മുന്നോട്ട് പോകുന്ന നിലയിൽ അതിൽ തുറന്ന ചർച്ചയുണ്ടായി. അത് മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയുടെ കാരണങ്ങൾ, കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന സാമ്പത്തിക അവഗണനയുടെയും കേരളത്തെ ഞെരുക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രം അവിടെ പൂർണ്ണമായി വിവരിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമൊക്കെ ഇടവന്നു. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് സഭയിൽ നിന്ന്? ഇന്നത്തെ നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും അല്ലേ അനുരാഗ്? നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് ഈ ചർച്ച നടന്നത്. ഇതിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആദ്യ ദിവസം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അത് ഉന്നയിച്ചുകൊണ്ട് സഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ചർച്ചയിൽ പങ്കെടുക്കുക പോലും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുത്തു. പക്ഷേ സ്വീകരിച്ച നിലപാടാണ് നമ്മൾ ഇവരും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭരണപക്ഷം ഇത്തരത്തിൽ വിമർശിക്കുന്ന അതേ തരത്തിൽ വിമർശിക്കാൻ, ഗവർണറെ വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. കേന്ദ്രത്തിനോടുള്ള ഒരു മൃദു സമീപനം, അതേ സമീപനം തന്നെയാണ് ഗവർണറോടും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം കാട്ടിയത് എന്നുള്ളതാണ്. ഭരണപക്ഷത്തിലെ അംഗങ്ങൾ കൃത്യമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നു. ഓരോ കാര്യങ്ങളും അക്കമിട്ട് തന്നെ നിരത്തിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ ഒരു മൃദു സമീപനം തന്നെയാണ് ഗവർണറോട് ഇത്തരത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാണേണ്ടത്. സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു നീക്കം പ്രതിപക്ഷം നടത്തി നോക്കി. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസാണ് നൽകിയത്. ചോദ്യോത്തര വേളയിലും ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേയ നോട്ടീസ് തള്ളിക്കളയുമെന്നുള്ളതായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ കൃത്യമായി തന്നെ അത് സർക്കാർ ചർച്ചയ്ക്കെടുത്തു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ അവർക്ക് കുറിക്കുകൊള്ളുന്ന രീതിയിൽ മുഖ്യമന്ത്രി നന്ദി വരെ പറഞ്ഞുകൊണ്ടാണ് ഇതിന് അനുമതി നൽകിയത് എന്നുള്ളതാണ്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാരണം അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളൊക്കെ തന്നെയും ഈ കാര്യം കൃത്യമായി തന്നെ സർക്കാർ ജനങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസായി വന്നപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കാമെന്നുള്ള കാര്യം തന്നെ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചു. കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു. കാരണം ഈ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു, സംസ്ഥാനത്തിന് കടമെടുക്കാൻ അവകാശമുണ്ട്. നിയമസഭ തന്നെ പാസാക്കിയ ബജറ്റ് നിയമം നിലവിലുണ്ട്. ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കടമെടുക്കുന്നത്. പക്ഷേ അതിന് പോലും അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പല വികസന പ്രവർത്തനങ്ങളും അത് മുടങ്ങാനുള്ള കാരണമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അതുതന്നെയാണ് പ്രതിപക്ഷവും ഇത്തരത്തിൽ അവരെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അതിനൊപ്പം 8-ാം തീയതി ദില്ലിയിൽ നടക്കാൻ പോകുന്ന സമരം, പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിരന്തരം ആക്ഷേപം, അത് സഭയ്ക്കുള്ളിലടക്കം ആക്ഷേപമായി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അത് സമ്മേളനമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ആയാലും മറ്റ് മന്ത്രിമാരായാലും കൃത്യമായി എടുത്തു പറയുന്നത് പ്രക്ഷോഭമാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം അടക്കം ഇവരെ ക്ഷണിക്കുകയാണ്, ഈ സമരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഭരണപക്ഷം
പ്രതിപക്ഷം ചെയ്തത്. പക്ഷേ അപ്പോഴും നിഷേധാത്മക നിലപാടാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമരം അത് ഒരു ചരിത്ര സംഭവമായി മാറാൻ പോകുന്ന സമരമാണ്. അതുകൊണ്ട് തന്നെ BJP അല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ അടക്കം കേരളം ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ പലരും വന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. അതിനെയാണ് ഇവർ സമ്മേളനം എന്ന പേരിൽ അതിനെ കുറച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സമരം ഒരു ചരിത്ര സംഭവമായി മാറും. കേന്ദ്രത്തിൻ്റെ ആ ഒരു നിലപാട്, കേരളത്തോടുള്ള നിഷേധാത്മക നിലപാട്, സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാട്, വികസനം നടക്കരുത് എന്ന തരത്തിലുള്ള നിലപാട്, ഇതെല്ലാം തുറന്നു കാട്ടുക തന്നെയാണ് ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സഭ ഇന്നും പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ച, നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കുകയും ചെയ്യും. ശരി, അനുരാഗാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.